ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് സൈക്ലോൺ അസ്ന, ICAR, ഓക്കൻ, പസഫിക് ഐലൻഡ് ഫോറം, DGTR. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്ലോൺ അസ്നയെ കുറിച്ചാണ്. സോ ഈ സൈക്ലോൺ അസ്നയെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അറേബ്യൻ സീയുടെ ഭാഗമായിട്ടുള്ള കച്ച് റീജിയനിൽ അല്ലെങ്കിൽ ഗൾഫ് ഓഫ് കച്ചിൻ്റെ ഒക്കെ അടുത്തായിട്ടുള്ള ഭാഗത്ത് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഒക്കെ കോസ്റ്റൽ ഏരിയയിലായിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു റെയർ ആയിട്ടുള്ളൊരു സൈക്ലോണാണ് ഈ സൈക്ലോൺ അസ്ന എന്ന് പറയുന്നത്. ഈ സൈക്ലോണിന് അസ്ന എന്നുള്ള പേര് കൊടുത്തേക്കുന്നത് പാകിസ്ഥാനാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വാർത്തകൾ ഇന്നത്തെ ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈക്ലോൺ അസ്ന നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ പെക്യുലർ ആയിട്ടുള്ളൊരു നേച്ചറാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ചില റെയർ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു മാസത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ നോർമലി നോർത്തേൺ ഇന്ത്യൻ ഓഷനിലും അതുപോലെ തന്നെ അറേബ്യൻ സീയിലൊന്നും സൈക്ലോൺസ് ഫോം ചെയ്യാറില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ IMD ഇറക്കിയിട്ടുള്ള വാർത്താക്കുറിപ്പ് ഈ പറയുന്നത് 1981 ശേഷം ഓഗസ്റ്റ് മാസത്തിൽ നോർത്തേൺ ഇന്ത്യൻ ഓഷനിൽ ഫോം ചെയ്യുന്ന ആദ്യത്തെ സൈക്ലോണാണ് ഈ സൈക്ലോൺ അസ്ന എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അറേബ്യൻ സീയിൽ ഇതേപോലെ ഓഗസ്റ്റ് മാസത്തിൽ ഫോം ചെയ്യുന്ന 1976 ശേഷം ഓഗസ്റ്റ് മാസത്തിൽ അറേബ്യൻ സീയിൽ ഫോം ചെയ്യുന്ന ആദ്യത്തെ സൈക്ലോൺ സ്റ്റോമുമാണ് ഈ സൈക്ലോൺ അസ്ന എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അറേബ്യൻ സീയിൽ ഓഗസ്റ്റ് മാസത്തിൽ സൈക്ലോൺസ് ഫോം ചെയ്യുക എന്ന് പറയുന്നത് വളരെ റെയറാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 1891 തൊട്ട് 2023 വരെയുള്ള കാലഘട്ടത്തിൽ വെറും 3 സൈക്ലോൺസ് മാത്രമേ ഓഗസ്റ്റ് മാസത്തിൽ, അല്ലെങ്കിൽ സൈക്ലോണിക് സ്റ്റോംസ് മാത്രമേ ഓഗസ്റ്റ് മാസത്തിൽ അറേബ്യൻ സീയിൽ ഫോം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിൽ 76 ശേഷം അറേബ്യൻ സീയിൽ ഫോം ചെയ്യുന്ന ഓഗസ്റ്റ് മാസത്തിൽ ഫോം ചെയ്യുന്ന ആദ്യത്തെ സൈക്ലോണിക് സ്റ്റോമാണ് ഈ സൈക്ലോൺ അസ്ന എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രത്യേകതകൾ ഇതിനുണ്ടെന്ന് ഓർത്തിരിക്കുക. ഇനി സൈക്ലോൺ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിന് മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ജോഗ്രഫിയിൽ അത് പഠിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ എങ്ങനെയാണ് ഈ സൈക്ലോൺസിന് പേര് കൊടുക്കുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സോ സൈക്ലോണിന് പേര് കൊടുക്കുന്നത് പല മേഖലകളിലും പല ഓർഗനൈസേഷൻസ് ആണ്. ഇപ്പോൾ നമ്മുടെ നോർത്തേൺ ഇന്ത്യൻ ഓഷൻ്റെ കേസിൽ, നമ്മുടെ അറേബ്യൻ സീയും ബേ ഓഫ് ബംഗാളൊക്കെ ഉൾപ്പെടുന്ന നോർത്തേൺ ഇന്ത്യൻ ഓഷൻ്റെ കേസിൽ വേൾഡ് മെറ്ററോളജിക്കൽ ഓർഗനൈസേഷനും അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് പസഫിക്, അല്ലെങ്കിൽ UNESCAP എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടുള്ള ഒരു പാനൽ ഓൺ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് പറയുന്ന പാനലുണ്ട്. ആ പാനലാണ് ഈ നോർത്തേൺ ഇന്ത്യൻ ഓഷൻ ഭാഗങ്ങളിൽ ഫോം ചെയ്യുന്ന സൈക്ലോണുകൾക്ക് പേര് കൊടുക്കുന്നത്. അപ്പോൾ 2000 ഈ പാനലിൻ്റെ ആനുവൽ സമ്മിറ്റിൻ്റെ സമയത്താണ് ഈ പേര് കൊടുക്കുന്ന തീരുമാനങ്ങളൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ 2000 ഈ ഒരു പാനലിൻ്റെ 27th സമ്മിറ്റ് ഒമാനിലെ മസ്കറ്റിൽ വെച്ച് നടന്ന സമയത്താണ് ഈ നോർത്തേൺ ഇന്ത്യൻ ഓഷനിലുള്ള സൈക്ലോണുകൾക്ക് പേര് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നത്. എസ്പെഷ്യലി ഇന്ത്യൻ ഓഷനിലും എസ്പെഷ്യലി അറേബ്യൻ സീയിലും ബേ ഓഫ് ബംഗാളിലും ഫോം ചെയ്യുന്ന സൈക്ലോണുകൾക്ക് പേര് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നത്. അപ്പോൾ ഈ പറയുന്ന പാനലിനകത്ത് ഇനീഷ്യലി ബംഗ്ലാദേശ്, ഇന്ത്യ, മാൽദീവ്സ്, മ്യാൻമാർ, ഒമാൻ, പാകിസ്ഥാൻ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ WMO അതുപോലെ തന്നെ UNESCAP പാനലിന് ഇതിനകത്ത് മെമ്പേഴ്സ് ആയിട്ടുള്ള ഓരോ രാജ്യങ്ങളും അവരുടെ സജഷൻസ്, നെയിംസ് സജസ്റ്റ് ചെയ്യാറുണ്ട്. ട്രോപ്പിക്കൽ സൈക്ലോൺസിന് ഇടേണ്ട പേരുകൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ നിന്നാണ് ഫൈനൽ ലിസ്റ്റ് എടുത്തിട്ട് റൊട്ടേഷണൽ ബേസിസിൽ ഓരോരോ പേരുകൾ ഇതിന് ഇടാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് 2018 ഈ ഒരു പാനലിനകത്ത്, ഈ പാനലിനൊരു എക്സ്പാൻഷൻ നടന്ന് പുതുതായിട്ട് 5 രാജ്യങ്ങളെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE, യമൻ എന്നീ 5 രാജ്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടി ഇപ്പോൾ ഏകദേശം 13 മെമ്പേഴ്സാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ 13 അംഗരാജ്യങ്ങളും 13 പേരുകൾ വീതം 2020 ഇവർക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് 13 പേര് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പാകിസ്ഥാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ 13 രാജ്യങ്ങളും 13 പേരുകൾ വീതം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇത്തരത്തിൽ 169 സൈക്ലോൺ നെയിംസ് ഓൾറെഡി ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ മേഖലകളിൽ പുതിയ സൈക്ലോൺസ് വരുന്ന സമയത്ത് റൊട്ടേഷണൽ ബേസിസിൽ ഓരോരോ പേരുകളായിട്ട് ഇതിനെ അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അസ്ന എന്നൊക്കെയുള്ള പേര് നേരത്തെ തന്നെ പാകിസ്ഥാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ റൊട്ടേഷണൽ ബേസിസിൽ പാകിസ്ഥാൻ്റെ ഊഴെത്തിയപ്പോൾ ഈ പേര് കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ICAR കുറിച്ചാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ICAR-നകത്തുള്ള 2700ഓളം സയൻറ്റിസ്റ്റുകളെ ലാറ്ററൽ എൻട്രി രീതിയിൽ അപ്പോയിൻ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 1 അതിനകത്ത് ഈ റിസർവേഷൻ പോലുള്ള കാര്യങ്ങളൊന്നും പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ICAR-നെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ICAR അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്ന് പറയുന്നത് 1929 കൊളോണിയൽ പീരീഡിൽ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 അനുസരിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റിയാണെന്ന് മനസ്സിലാക്കുക.
അപ്പോൾ ഒരു സൊസൈറ്റി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളെങ്കിലും ഇവരുടെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡെയർ എന്ന് പറയും, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിൻ്റെ കീഴിൽ വരുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോണമസ് ഓർഗനൈസേഷനാണ് ICAR എന്ന് മനസ്സിലാക്കുക. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ അഗ്രികൾച്ചറൽ റിസർച്ചും എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ICAR ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഗ്രീൻ റവല്യൂഷൻ പോലുള്ള പ്രധാനപ്പെട്ട അഗ്രികൾച്ചറൽ സെക്ടറിൽ നടന്നിട്ടുള്ള എല്ലാ മുന്നേറ്റങ്ങളിലും അതിൻ്റെ ചുക്കാൻ പിടിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ICAR എന്ന് പറയുന്നത്. ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ഈ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്പെക്സ് ബോഡിയാണ് ICAR എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ജോലി എന്ന് പറയുന്നത് ഈ അഗ്രികൾച്ചർ, അതുപോലെ തന്നെ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ്, അനിമൽ സയൻസ് പോലുള്ള മേഖലകൾ ഉൾപ്പെടുന്നതാണ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ അഗ്രികൾച്ചറിൻ്റെ ഈ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ച് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഈ കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യുക, ഗൈഡ് ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് OCEN അല്ലെങ്കിൽ ഓക്കൻ എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 13 വാർത്ത വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു യൂണിഫൈഡ് ലെൻഡിങ് ഇൻ്റർഫേസിനെ കുറിച്ച് RBI റിലീസ് ചെയ്തിട്ടുള്ള യൂണിഫൈഡ് ലെൻഡിങ് ഇൻ്റർഫേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ യൂണിഫൈഡ് ലെൻഡിങ് ഇൻ്റർഫേസും അതുപോലെ തന്നെ ഈ ഓക്കൻ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡും ഒക്കെ ഇന്ത്യയിലെ ക്രെഡിറ്റ് ആക്സസ് റീസെറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും എന്ന് നമ്മുടെ RBI ഗവർണർ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ളൊരു വാർത്തയാണ് നമ്മളത് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ എന്താണ് യൂണിഫൈഡ് ലെൻഡിങ് ഇൻ്റർഫേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കൂടെ ഓക്കൻ എന്താണെന്നും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഈ ഓക്കൻ എന്ന് പറയുന്നത് ഈ യൂണിഫൈഡ് ലെൻഡിങ് ഇൻ്റർഫേസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ള മറ്റൊരു നെറ്റ്വർക്കാണ്. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓപ്പൺ ക്രെഡിറ്റ് എനേബിൾമെൻറ്റ് നെറ്റ്വർക്ക് എന്നുള്ളതാണ്. സോ ഇത് 2020 ഈ ഗ്ലോബൽ ഫിൻടെക് സമ്മിറ്റ് ഇന്ത്യയിൽ വെച്ച് നടന്ന സമയത്ത് റിലീസ് ചെയ്തിട്ടുള്ള, പൈലറ്റ് ബേസിസിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. ബേസിക്കലി ഇന്ത്യയിലെ സ്മോൾ ടിക്കറ്റ് ക്രെഡിറ്റ് മാർക്കറ്റിനെ ഡെമോക്രാറ്റൈസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനകത്ത് ഫ്രിക്ഷൻലെസ് ക്രെഡിറ്റ് അലോ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഓക്കൻ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്മോൾ ടിക്കറ്റ് ക്രെഡിറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തുക ലോണായിട്ട് ആവശ്യമായിട്ടുള്ള ആൾക്കാരുണ്ടാകും, എസ്പെഷ്യലി MSME സെക്ടറിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടാകും. ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാം, ഈ MSME സെക്ടറിലുള്ള ചെറിയ കച്ചവടക്കാർ ബേസിക്കലി വർക്ക് ചെയ്യുന്നത് അവർ പൈസ കൊടുത്ത് സ്റ്റോക്ക് വാങ്ങിക്കും. ഒരു സാധാരണ ഒരു കച്ചവടക്കാരനെ എടുത്തു കഴിഞ്ഞാൽ പൈസ കൊടുത്ത് സ്റ്റോക്ക് വാങ്ങിക്കും. അവരിത് റീറ്റെയിലിൽ സെല്ല് ചെയ്യുന്ന സമയത്ത് കൂടുതലും ചിലപ്പോൾ ക്രെഡിറ്റിനായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ റണ്ണിങ് ക്യാപിറ്റൽ ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ അവർക്ക് ചെറിയ സ്മോൾ എമൗണ്ട്, ഇപ്പോൾ ഒരു 1 ലക്ഷത്തിലൊക്കെ താഴെയുള്ള എമൗണ്ടുകൾ ആവശ്യമായിട്ടുണ്ടാവും. അപ്പോൾ ബാങ്കുകൾ ഒരിക്കലും ഇത്തരത്തിലുള്ള സ്മോൾ ടിക്കറ്റ് ക്രെഡിറ്റുകൾ കൊടുക്കാൻ ബാങ്കുകൾക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം ബാങ്കുകളിൽ ലോണുകളൊക്കെ മാനുവലി പ്രോസസ്സ് ചെയ്യണം, അപ്പോൾ അതിന് വലിയ ഇതിലുള്ള കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കുകൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ അതേ സമയത്ത് ഇങ്ങനൊരു മാർക്കറ്റ് ഉണ്ട്, ഇത്തരത്തിലൊരു ഡിമാൻഡ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ മണി ലെൻഡേഴ്സ് ആയിട്ടുള്ള ബാങ്കുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന സ്മോൾ ടിക്കറ്റ് ക്രെഡിറ്റ് മാർക്കറ്റിനകത്ത് ഈ ഡിമാൻഡിനെയും സപ്ലൈനെയും മീറ്റ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫ്രെയിം വർക്കാണ് ഈ ഓക്കൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ UPI ഒക്കെ പറയുന്നത് പോലെ UPI എന്ന് പറയുന്ന അല്ലെങ്കിൽ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ബേസിക്കലി ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു API ബേസ്ഡ് സ്റ്റാൻഡേർഡാണ്, അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഈ പറയുന്ന ഒരുപാട് പേയ്മെൻറ്റ് അപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ പേ ഒക്കെ പോലുള്ള പേയ്മെൻറ്റ് അപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ BIM പോലുള്ള പേയ്മെൻറ്റ് അപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡാണ്. അതേപോലെ തന്നെയാണ് ഓക്കനും ഒരു API ബേസ്ഡ് സ്റ്റാൻഡേർഡ് ആണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇറ്റ്സ് എ ഫ്രെയിം വർക്ക് ഓഫ് APIs എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ്സ് ഈ ലെൻഡേഴ്സിന് അഡോപ്റ്റ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഈ ബോറോവേഴ്സിന് ഈസിലി, അതായത് ഈ MSME സെക്ടറിലൊക്കെ ഉള്ള സ്മോൾ ടിക്കറ്റ് ക്രെഡിറ്റ് ആവശ്യമായിട്ടുള്ള ബോറോവേഴ്സിന് അല്ലെങ്കിൽ കടം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ലെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അക്കൗണ്ട് അഗ്രഗേറ്റേഴ്സ്, ബേസിക്കലി ബാങ്കുകൾ ഓർക്കുക, അവരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഈസിലി ക്രെഡിറ്റ് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫ്രെയിം വർക്കാണ്, API ബേസ്ഡ് ഫ്രെയിം വർക്കാണ് ഓക്കൻ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ UPI ഒക്കെ സിമിലർ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ക്രെഡിറ്റ് ലോൺസിന് ഒരു ഫ്രിക്ഷൻലെസ് ആയിട്ട് അല്ലെങ്കിൽ അതിനകത്തൊരു ഡെമോക്രാറ്റൈസേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മുടെ ഇതൊരു API ബേസ്ഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യ സ്റ്റാക്ക് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഈ UPI ഒക്കെ ഉൾപ്പെടുന്ന ഇന്ത്യ സ്റ്റാക്ക് എന്ന് പറയുന്ന ആ ഇന്ത്യ സ്റ്റാക്കിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന ഓക്കനും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ ഓക്കൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ ആളുകൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും തോറും, എസ്പെഷ്യലി കൂടുതൽ ലെൻഡേഴ്സ്, കൂടുതൽ ബാങ്കുകൾ ഇതുമായിട്ട് ഈ സ്റ്റാൻഡേർഡ് അഡോപ്റ്റ് ചെയ്യും തോറും നമ്മുടെ ഇന്ത്യയിൽ പുതിയ കുറച്ചും കൂടി കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ക്രെഡിറ്റ് പ്രൊഡക്റ്റുകൾക്കൊക്കെ ഈ ബാങ്കുകൾക്ക് പുറത്തിറക്കാനും അത് കൂടുതൽ ബോറോവേഴ്സിലേക്ക് എത്തിക്കാനും ഇത്തരത്തിൽ പുതിയൊരു മാർക്കറ്റ് ബിൽഡ് ചെയ്തെടുക്കാനൊക്കെ സഹായിക്കും. ആ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാനും പുതിയ ബിസിനസ് അവന്യൂസ് കണ്ടെത്താനൊക്കെ സഹായിക്കുമെന്നാണ് പറയുന്നത്.
അപ്പോൾ ബേസിക്കലി ഇന്ത്യയിൽ ഈ പറയുന്ന ഫ്രിക്ഷൻലെസ് ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ഇനീഷ്യേറ്റീവാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ യൂണിഫൈഡ് ലെൻഡിങ് ഇൻ്റർഫേസ് പോലെ തന്നെ അല്ലെങ്കിൽ ULI പോലെ തന്നെ വരുന്ന മറ്റൊരു ഇനീഷ്യേറ്റീവാണ് ഈ ഓക്കൻ എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പസഫിക് ഐലൻഡ് ഫോറത്തെ കുറിച്ചാണ്. സോ ഈ പസഫിക് ഐലൻഡ് ഫോറമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ ഇൻ്റർനാഷണൽ പേജിനകത്ത് അല്ലെങ്കിൽ പേജ് 14 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ പസഫിക് ഐലൻഡ് ഫോറം എന്ന് പറയുന്നത് പസഫിക് ഐലൻഡിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ചില ഐലൻഡുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. ഇത് 1971 സൗത്ത് പസഫിക് ഫോറം അല്ലെങ്കിൽ SPF എന്നുള്ള പേരിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. പിന്നീട് 1999 ഇതിൻ്റെ പേര് പസഫിക് ഫോറം എന്നാക്കിയിട്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പം നിലവിൽ ഇതിനകത്ത് 18 അംഗരാജ്യങ്ങളാണ് ഉള്ളത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയും ന്യൂസിലാൻഡുമാണ്. ബാക്കിയുള്ളതൊക്കെ വളരെ കുഞ്ഞു രാജ്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഈ ഒരു സംഘടനയുടെ എയിം എന്ന് പറയുന്നത് ഈ പറയുന്ന സംഘടനയിലെ അംഗരാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ പസഫിക്കിനകത്തുള്ള ഈ ഒരു ഐലൻഡ് രാജ്യങ്ങളുടെ എക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇവർക്കിടയിലുള്ള പൊളിറ്റിക്കൽ ഗവേണൻസ്, അതുപോലെ തന്നെ സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുക, റീജിയണൽ കോപ്പറേഷനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പസഫിക് റീജിയനെ ഒരു റീജിയൻ ഓഫ് പീസ്, ഹാർമണി, സെക്യൂരിറ്റി, സോഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് പ്രോസ്പിരിറ്റി ആക്കിയിട്ട് മാറ്റുക എന്നുള്ളതും, അതുപോലെ തന്നെ ഈ പസഫിക്കിൽ ജീവിക്കുന്ന ഇത്തരത്തിൽ ഐലൻഡിൽ ജീവിക്കുന്ന ജനങ്ങൾക്കൊക്കെ ഒരു ഫ്രീ, ഹെൽത്തി ആൻഡ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ലൈഫ്സ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ജീവിതം എൻഷുർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് DGTRനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രേഡ് റെമഡീസിനെ കുറിച്ചാണ്. സോ ഇപ്പോൾ ഈ DGTRുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇന്ത്യയിലേക്ക് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന അലുമിനിയം ഫോയിൽസിൻ്റെ മുകളിൽ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടീസ് ഇമ്പോസ് ചെയ്യാൻ ഈ DGTR ഗവൺമെൻറ്റിന് റെക്കമെൻഡേഷൻ കൊടുത്തതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 13 വന്നിട്ട് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ DGTR അഥവാ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രേഡ് റെമഡീസ് എന്ന് പറയുന്നത് 2018 ഫോം ചെയ്യുന്നത്. ഇതിന് മുമ്പ് 2018 മുമ്പ് ഇത് ആദ്യം അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ആൻറ്റി ഡംപിങ് ആൻഡ് അലൈഡ് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ DGAD എന്നുള്ള പേരിലാണ്. അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബേസിക്കലി ഇന്ത്യയിൽ ആൻറ്റി ഡംപിങ്, കൗണ്ടർ വെയിലിംഗ്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ ഇത്തരത്തിലുള്ള ഡംപിങ്ങിൽ നിന്നും കൗണ്ടർ വെയിലിംഗിൽ നിന്നൊക്കെ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന, നമ്മുടെ നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു സിംഗിൾ നാഷണൽ എൻറ്റിറ്റിയാണ് DGTR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ വളരെ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടുകളൊക്കെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അത് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ബിസിനസ്സുകളെ വലിയ രീതിയിൽ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ചൈനയുടെയൊക്കെ ഒരു ട്രേഡ് സ്ട്രാറ്റജി ആയിട്ട് പലപ്പോഴും നമ്മളൊക്കെ പറയുന്നൊരു പരാതി അതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിക്ക് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ അൺഫെയർ പ്രാക്ടീസസിൻ്റെ ഇപ്പോൾ ഡംപിങ്, സബ്സിഡൈസേഷൻ, അതുപോലെ തന്നെ കൗണ്ടർ വെയിലിംഗ് പോലുള്ള അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിന് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവർ പ്രവർത്തിക്കുന്നത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സിൻ്റെ ഒരു അറ്റാച്ച്ഡ് ഓഫീസായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി DGTRൻ്റെ ഫങ്ഷൻസ് ആയിട്ട് ഇവരുടെ ജോലികളായിട്ട് പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് കണ്ടക്ടിങ് ആൻറ്റി ഡംപിങ് ഇൻവെസ്റ്റിഗേഷൻസ് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഡംപിങ് നടത്തുന്നതായിട്ടുള്ള ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അതിനെതിരായിട്ട് ഈ ആൻറ്റി ഡംപിങ് ഇൻവെസ്റ്റിഗേഷൻസ് കണ്ടക്ട് ചെയ്യുക. ഇപ്പോൾ നേരത്തെ ആ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഡംപിങ് നടത്തുന്നതായിട്ട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനോട് ആക്ഷൻസ് എടുക്കാൻ ആവശ്യപ്പെടുക എന്നുള്ളതാണ്. അതായത് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്നത് പോലുള്ള ആക്ഷൻസ് എടുക്കാൻ പറയുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം. ഇനി ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് കണ്ടക്ടിങ് ആൻറ്റി സബ്സിഡി അല്ലെങ്കിൽ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ടു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. സമാനമായിട്ടുള്ള രീതിയിൽ ഹെവിലി സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള എക്സ്പോർട്ടൊക്കെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത്, നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സമയത്ത് അതിനെതിരായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുക, അല്ലെങ്കിൽ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. അതുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് റെക്കമെൻഡേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ഡ്യൂട്ടിയായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ഫംഗ്ഷനായിട്ട് പറയുന്നത്. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഫംഗ്ഷനായിട്ട് പറയുന്നത് കണ്ടക്ടിങ് സേഫ് ഗാർഡ് ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ടു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. ഈ സേഫ് ഗാർഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് കണ്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് റെക്കമെൻഡേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു ഫംഗ്ഷൻ. ഇനി അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കസ്റ്റംസ്, എക്സൈസ് ആൻഡ് സർവീസ് ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ ഉണ്ട്. ഓക്കെ, ആ കസ്റ്റംസ്, എക്സൈസ് ആൻഡ്
സർവീസ് ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ, ഹൈക്കോടതി, സുപ്രീം കോടതി പോലുള്ള കേസുകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലിറ്റിഗേഷൻ മാറ്റേഴ്സ് അല്ലെങ്കിൽ കേസുകൾ ഹാൻഡിൽ ചെയ്യുക. അതുപോലെ തന്നെ ഈ DGTRൻ്റെ വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവയർനെസ് ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഔട്ട്റീച്ച് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, കൺസെപ്ച്വൽ അവയർനെസ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യലൊക്കെയാണ് ഇവർ ചെയ്യുന്ന മറ്റൊരു ജോലി. ഓക്കെ, അതുപോലെ തന്നെ അവസാനമായിട്ട് ഇത്തരത്തിലുള്ള ട്രേഡുമായിട്ട് ഈ ഇൻ്റർനാഷണൽ ട്രേഡിനെ മാനേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നൊരു സംഘടന ഉണ്ട്. അതിൽ ഇന്ത്യ അംഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതും ഇവരുടെ ജോലിയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.